തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയതോടെ കൺവെൻഷനുകളും പരസ്യപ്രചാരണവും സംസ്ഥാനത്തെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ കൊട്ടിക്കയറുകയാണ്. ഇത്തവണ 2020 തന്നെയാണ് UDF ലക്ഷ്യമിടുന്നത്. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് LDF. 10 സീറ്റെങ്കിലും നേടുകയാണ് LDF ലക്ഷ്യം. ആലപ്പുഴ കൂടി കൈപ്പിടിയിലൊതുക്കി 2020-ക്കപ്പുറം മറ്റൊന്നും UDF നേതൃത്വത്തിന്റെ മനസ്സിലില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റ പ്രഹരം മറയ്ക്കുന്നതിനൊപ്പം BJP മോഹങ്ങൾ കൂടി തടയിടുകയാണ് LDFന്റെ മുന്നിലുള്ളത്. മോഡി കേരളത്തിന്റെ വിവിധ മേഖലയിൽ 10 സീറ്റിലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു സീറ്റും BJPക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വസ്തുത. അത് മറച്ചു വെച്ചുകൊണ്ടാണ് കള്ളപ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റും ലഭിക്കുന്നതല്ല. മികച്ച സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് മാത്രമല്ലല്ലോ വോട്ട്, നയല്ലേ. പത്തനംതിട്ട സുഖമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കും. കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട മണ്ഡലം LDF. താമര വിരിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന BJP നിലപാട് കൂടി ശക്തമായതോടെ പ്രചരണവും മത്സരവും തീപ്പാറുമെന്നുറപ്പായി. നേതാക്കൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തി പ്രാപിക്കുകയാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും LDF കൺവീനർ EP ജയരാജനും തമ്മിൽ ബിസിനസ് പങ്കാളികൾ എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളായ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ആരോപണം. ഈ ആരോപണങ്ങളെ LDF കൺവീനർ തള്ളുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖരുമായി EP ജയരാജന് ബിസിനസ് ഇടപാടാണ്. ആദ്യം VD സതീശൻ മനസ്സിലാക്കേണ്ടത് VD സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി കൊടുക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ് ന്യൂനപക്ഷ വോട്ട് നേടാൻ ഇരു മുന്നണികളും ഉന്നയിക്കുന്ന വജ്രായുധം. BJP ആകട്ടെ ഇതിന് ചെവി കൊടുക്കുന്നുമില്ല. മോദി ഗ്യാരണ്ടി കേരളത്തിലും വോട്ടായി മാറുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയായിട്ടില്ല. കൊല്ലവും എറണാകുളവും ഒഴിച്ചിട്ടിരിക്കുകയാണ്. പ്രചരണത്തിനായി മുതിർന്ന നേതാക്കളുടെ വൻ നിരയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ പാളയത്തിൽ പടവുണ്ടെങ്കിലും അത് മറനീക്കി പുറത്തു വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിക്കൊപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കളം നിറയുന്നതോടെ പ്രചരണ പൊടിപാറും. ഭരണനേട്ടങ്ങൾ കരുത്താകുമെന്ന് LDF വാദിക്കുമ്പോൾ ഭരണപരാജയങ്ങൾ എണ്ണിപ്പറയാൻ UDFും തയ്യാറെടുക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.